ഹലോ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്ന ലിറ്റററി തിയറി ആണ്. സോ പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത് മിഡ് 20th സെഞ്ചുറിയിൽ എമേർജ് ചെയ്ത് വന്ന കൾച്ചറൽ, ഇന്റലക്ച്വൽ ആൻഡ് ഒരു ആർട്ടിസ്റ്റിക് മൂവ്മെന്റിനെയാണ് പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത്. സോ പോസ്റ്റ് മോഡേണിസം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇറ്റ് പോസ്റ്റ് മോഡേണിസം. മോഡേണിസത്തിന് ശേഷം വന്നെയാണ് പോസ്റ്റ് മോഡേണിസം. നമ്മുടെ മോഡേണിസം എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ പ്രിൻസിപ്പിൾസും അസംഷനും ഒക്കെ എഗൻസ്റ്റ് ആയിട്ട് വന്ന സംഭവമാണ് പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ലിറ്റററി തിയറിയിൽ പോസ്റ്റ് മോഡേണിസം എന്ത് ചെയ്യുന്നു? സ്റ്റെബിലിറ്റി ഓഫ് മീനിങ്ങിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയും അതുപോലെ ഗ്രാൻഡ് നാരേറ്റീവ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ റിജക്ട് ചെയ്യുകയും അതുപോലെ ഫ്രാഗ്മെന്റേഷൻ, പ്ലേഫുൾനെസ്, ഇന്റർടെക്ച്വാലിറ്റി ഇതിനെയൊക്കെ എംബ്രേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇനി നമുക്ക് കുറച്ച് കീ പോയിന്റ്സ് നോക്കാം. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? റിജക്ഷൻ ഓഫ് ഗ്രാൻഡ് നരേറ്റീവ്സ്. പോസ്റ്റ് മോഡേണിസം ഗ്രാൻഡ് നരേറ്റീവ്സിനെ റിജക്ട് ചെയ്യുന്നു. ഗ്രാൻഡ് നരേറ്റീവ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ഹിസ്റ്ററി അല്ലെങ്കിൽ കൾച്ചറിനെ മൊത്തത്തിലൊരു സംഭവം എന്ന രീതിക്കാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതേസമയം ഈ ഗ്രാൻഡ് നരേറ്റീവ്സിനെ റിജക്ട് ചെയ്തിട്ട് ലോക്കൽ ആയിട്ടുള്ള നരേറ്റീവ്സിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് പോസ്റ്റ് മോഡേണിസം ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ് ആണ് ഫ്രാഗ്മെന്റേഷൻ ആൻഡ് ഡിസ്കണ്ടിന്യൂറ്റി. സോ ഫ്രാഗ്മെന്റേഷൻ, പോസ്റ്റ് മോഡേണിസം ടെക്സ്റ്റ് ഓഫൻ ഫീച്ചർ ഫ്രാഗ്മെന്റഡ് സ്ട്രക്ചർ, നോൺ ലീനിയർ നരേറ്റീവ്സ് ആൻഡ് ഡിസ്കണ്ടിന്യൂസ് എലമെന്റ്സ്. അപ്പോൾ എന്താണ് പോസ്റ്റ് മോഡേൺ ടെക്സ്റ്റിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ്, അതുപോലെ നോൺ ലീനിയർ നരേറ്റീവ്സ്. കറക്റ്റ് ഒരു ലൈൻ, കറക്റ്റ് ഒരു ഫോമാറ്റിലൊന്നും ആയിരിക്കത്തില്ല പോകുന്നത്, ഡിസ്കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. സോ ഈ സംഭവങ്ങളെ എംബ്രേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഇന്റർടെക്ച്വാലിറ്റി ആണ്. ഇന്റർടെക്ച്വാലിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്താണ്? പല പല ടെക്സ്റ്റിന്റെ ഒരു ഇന്റർകണക്റ്റഡ്നെസ്സിനെയാണ് ഇന്റർടെക്ച്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഓതേഴ്സ് ഈ റെഫറൻസ് യൂസ് ചെയ്യുകയും പാരഡി യൂസ് ചെയ്യുകയും അല്ലെങ്കിൽ മറ്റ് വർക്ക്സിനെ ഡീകൺസ്ട്രക്ട് ചെയ്യുകയും എല്ലാം ചെയ്യുന്നു. ഈ ബ്ലറിങ് ബൗണ്ടറീസ് ബിറ്റ്വീൻ ഹൈ ആൻഡ് ലോ കൾച്ചർ, ഹൈ കൾച്ചർ, ലോ കൾച്ചർ എന്ന് പറഞ്ഞ സംഭവം പണ്ടുണ്ടായിരുന്നു. സോ അത് തമ്മിലുള്ള ഒരു ബൗണ്ടറീസിനെ ബ്ലർ ചെയ്യുകയാണ് പോസ്റ്റ് മോഡേണിസം ചെയ്യുന്നത്. അടുത്തൊരു കാര്യമാണ് മെറ്റാഫിക്ഷൻ. മെറ്റാഫിക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ആ ഒരു ഫിക്ഷണൽ വർക്കിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും അതൊരു ഫിക്ഷൻ ആണ് എന്ന് പറഞ്ഞു പോകുന്ന വർക്ക്സ് ആണ് മെറ്റാഫിക്ഷണൽ വർക്ക്സ് എന്ന് പറയുന്നത്. അതിനെയാണ് മെറ്റാഫിക്ഷണൽ എലമെന്റ്സ് എന്നും പറയുന്നത്. സോ ആ ഒരു വർക്കിൽ തന്നെ പറയും എന്ന് വെച്ചാൽ ഇതൊരു പീസ് ഓഫ് റൈറ്റിംഗ് ആണ്, അതുപോലെ റിയാലിറ്റി ഏതാണ്, ഫിക്ഷൻ ഏതാണ് എന്നൊന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല ഈ മെറ്റാഫിക്ഷണൽ ടെക്സ്റ്റ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ. അടുത്താണ് പാരഡി ആൻഡ് പാസ്റ്റിഷ്. പാരഡി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഓരോ ജോൺറേസിനെയും വർക്ക്സിനെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്നതിനെയാണ് പാരഡി എന്ന് പറയുന്നത്. ഇമിറ്റേറ്റ് ചെയ്യുകയും മോക്ക് ചെയ്യുകയും ഇതിനെയാണ് പാരഡി എന്ന് പറയുന്നത്. അതേസമയം പാസ്റ്റിഷ് എന്ന് പറയുന്നത് പല പല സംഭവങ്ങളെ ബ്ലെൻഡ് ചെയ്ത്, പല കൾച്ചറൽ എലമെന്റ്സിനെ ഒക്കെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നതിനെയാണ് പാസ്റ്റിഷ് എന്ന് പറയുന്നത്. അടുത്തൊരു പോയിന്റ് ആണ് കൾച്ചറൽ റിലേറ്റിവിസം. പോസ്റ്റ് മോഡേണിസം questions the idea of universal truth, emphasizing cultural relativism. It recognizes that perspectives and interpretations vary based on cultural and individual context. അപ്പോൾ ഇത് പറയുന്നതെന്ന് വെച്ചാൽ എന്താണ്? പല പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ടാവും, പല ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ടാവും. ഈ പേഴ്സ്പെക്റ്റീവ്സും ഇന്റർപ്രിട്ടേഷൻസും കൾച്ചറൽ അതുപോലെ ഇൻഡിവിജ്വൽ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് കൾച്ചറൽ റിലേറ്റിവിസം എന്ന് പറയുന്നത്. അടുത്തതാണ് ഐഡന്റിറ്റി ആൻഡ് ഐഡന്റിറ്റി പൊളിറ്റിക്സ്. ഐഡന്റിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ഐഡന്റിറ്റി. അതുപോലെ ഐഡന്റിറ്റി പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ക്വസ്റ്റ്യൻസ് ഫിക്സ്ഡ് കാറ്റഗറീസ് ആൻഡ് ചലഞ്ചിങ് ട്രഡീഷണൽ നോംസ് റിലേറ്റഡ് ടു ജെൻഡർ, റേസ്, സെക്ഷുവാലിറ്റി. അപ്പം ജെൻഡർ, റേസ് ഇതിനെയൊക്കെ ബേസ് ചെയ്ത് കുറച്ച് ട്രഡീഷണൽ നോംസ് ഉണ്ട്, നമ്മൾ എപ്പോഴും ഫോളോ ചെയ്ത് വരുന്ന ട്രഡീഷണൽ നോംസ് ഉണ്ട്. അതിനൊക്കെ എഗൻസ്റ്റ് ആയിട്ടാണ് പോസ്റ്റ് മോഡേണിസം പോകുന്നത്. അടുത്തതാണ് ഹൈപ്പർ റിയാലിറ്റി. ഹൈപ്പർ റിയാലിറ്റി എന്ന് പറഞ്ഞ സാധനം ആരുടെ കോൺസെപ്റ്റ് ആണ്? നമ്മുടെ ജീൻ ബോഡ്രിലാർഡിന്റെ കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ സിമുലേറ്റഡ് അല്ലെങ്കിൽ മീഡിയേറ്റഡ് എക്സ്പീരിയൻസ്. ഈ എന്തുവാണ്, ഫേക്ക് ആയിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഒറിജിനൽ അല്ലാത്ത സാധനങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ്. അത് ഒറിജിനലിനേക്കാളും ഒറിജിനലിനെ വലിയ ആയിട്ട് നിൽക്കത്തില്ലേ, ഒറിജിനലിനേക്കാളും ഇതായിട്ട് നിൽക്കുന്നതാണ്, അതിനെയാണ് ഒരു ഹൈപ്പർ റിയാലിറ്റി എന്ന് പറയുന്നത്. ബ്ലറിങ് ദ ബൗണ്ടറി ബിറ്റ്വീൻ റിയാലിറ്റി ആൻഡ് റെപ്രസെന്റേഷൻ. റിയാലിറ്റി എന്താണ്, റെപ്രസെന്റേഷൻ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. അതാണ് ഹൈപ്പർ റിയാലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് കൺസ്യൂമർ കൾച്ചർ ക്രിട്ടിക്. പോസ്റ്റ് മോഡേണിസം ഓഫൻ എന്ത് ചെയ്യുന്നു? നമ്മുടെ കൺസ്യൂമർ കൾച്ചറിനെയും അതുപോലെ മാസ് മീഡിയയും ആർട്ടിന്റെ കൊമോഡിഫിക്കേഷനെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
അതുപോലെ അതെങ്ങനെയാണ് കൊമേഴ്ഷ്യൽ ആൻഡ് കൾച്ചറൽ പ്രോഡക്ട്സ് നമ്മുടെ ഐഡന്റിറ്റിയും പെർസെപ്ഷനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നും പറയുന്നുണ്ട്. അടുത്തതാണ് ഗ്ലോബലൈസേഷൻ ആൻഡ് പോസ്റ്റ് കൊളോണിയലിസം. ഈ പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഗ്ലോബലൈസേഷൻ ആയി അതുപോലെ പോസ്റ്റ് കൊളോണിയലിസം ഒക്കെ ആയിട്ട് എൻഗേജ് ചെയ്യുന്നുണ്ട്. പവർ സ്ട്രക്ചേഴ്സിനെയും കൾച്ചറൽ ഡോമിനൻസിനെയും ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യുകയും അതുപോലെ എങ്ങനെയാണ് കൊളോണിയൽ ഹിസ്റ്ററീസിന്റെ ഇമ്പാക്ട് എന്നൊക്കെ പറഞ്ഞു പോകുന്നതാണ് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇനി അടുത്തത് രണ്ട് ആൾക്കാരുടെ പേരാണ് പറയുന്നത്, തോമസ് പിഞ്ചർ ആൻഡ് ഡോൺ ഡെലിലോ. അപ്പോൾ ഈ തോമസ് പിഞ്ചറിന്റെ വർക്കാണ് ഗ്രാവിറ്റീസ് റെയിൻബോ, അതുപോലെ ഡെലിലോയുടെ വർക്കാണ് വൈറ്റ് നോയ്സ്. സോ ഈ രണ്ട് വർക്ക്സും ഒക്കെ പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചറിൽ വരുന്നതാണ്. സോ ഇതിന്റെ ഒരു കൺക്ലൂഷൻ പറയുമ്പോഴത്തേക്ക് പോസ്റ്റ് മോഡേണിസം എന്തിനെയൊക്കെയാണ് എംഫസൈസ് ചെയ്യുന്നത്? പ്ലൂറാലിറ്റി, അതുപോലെ പ്ലേഫുൾനെസ്, അതുപോലെ റിജക്ഷൻ ഓഫ് ഫിക്സ്ഡ് ട്രൂത്ത്, ഇതൊക്കെയാണ് പോസ്റ്റ് മോഡേണിസം പറയുന്നത്. അതുപോലെ ഇറ്റ് ഓൾസോ ചാലഞ്ചസ് ട്രഡീഷണൽ നോഷൻസ് ഓഫ് അതോറിറ്റി, ട്രൂത്ത്, റെപ്രസെൻറ്റേഷൻ ആൻഡ് ഓപ്പണിംഗ് ഓഫ് ന്യൂ അവന്യൂസ് ഫോർ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ ആൻഡ് ക്രിട്ടിക്കൽ എൻക്വയറി. അതുപോലെ എന്തിനൊക്കെയാണ് ചലഞ്ച് ചെയ്യുന്നത്? ട്രഡീഷണൽ നോഷൻസ് ഓഫ് അതോറിറ്റിയൊക്കെ ചലഞ്ച് ചെയ്യുന്നുണ്ട്, ട്രൂത്തിനെയും റെപ്രസെൻറ്റേഷനൊക്കെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് കുറച്ച് ഫിഗേഴ്സ് ഉണ്ട്, കുറച്ച് ആൾക്കാരുണ്ട്. അതിലൊരാളാണ് ജീൻ ബോഡ്രിലാർഡ് എന്ന് പറയുന്നത്. ജീൻ ബോഡ്രിലാർഡിൻ്റെ സിമുലാക്ര ആൻഡ് സിമുലേഷൻ 1981 വർക്കാണ്. ഇതിനകത്ത് പറഞ്ഞു പോകുന്ന കോൺസെപ്റ്റ്സ് ഏതൊക്കെയാണ്? സിമുലേഷൻ ഉണ്ട്, ഹൈപ്പർ റിയാലിറ്റി ഉണ്ട്, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ റിയാലിറ്റി ആൻഡ് റെപ്രസെൻറ്റേഷൻ, ഇതൊക്കെയാണ് ഈ ഒരു വർക്കിൽ പറഞ്ഞു പോകുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ മറ്റു കുറച്ച് വർക്ക്സ് ഉണ്ട്, ദ കൺസ്യൂമർ സൊസൈറ്റി മിത്സ് ആൻഡ് സ്ട്രക്ചേഴ്സ്. സോ ഇതിൻ്റെ അകത്ത് നേച്ചർ ഓഫ് കൺസെപ്ഷനും അതുപോലെ അതെങ്ങനെയാണ് കണ്ടംപററി സൊസൈറ്റിയെ ഇമ്പാക്ട് ചെയ്യുന്നത് അതാണ് പറയുന്നത്. അടുത്തൊരു വർക്കാണ് മിറർ ഓഫ് പ്രൊഡക്ഷൻ. ഇത് മാർക്സിസ്റ്റ് തിയറീസ് ഓഫ് പ്രൊഡക്ഷനും ഏലിയനേഷൻ, ഈ ഒരു സംഭവമാണ് ഡീൽ ചെയ്ത് പോകുന്നത്. ദ സിസ്റ്റം ഓഫ് ഒബ്ജക്ട്സ്, ഇതിൻ്റെ അകത്ത് ഡീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒബ്ജക്ട്സ്, കൺസംഷൻ, സോഷ്യൽ സ്ട്രക്ചർ, ഇതൊക്കെ തമ്മിലൊരു റിലേഷൻഷിപ്പാണ് പറഞ്ഞു പോകുന്നത്. അടുത്തതാണ് ജൂലിയ ക്രിസ്റ്റവ എന്ന് പറയുന്നത്. ജൂലിയ ക്രിസ്റ്റവയുടെ കുറച്ച് വർക്ക്സ് ആണ് പവേഴ്സ് ഓഫ് ഹൊറർ ആൻഡ് എസ്സേ ഓൺ ഒബ്ജെക്ഷൻ. സോ ഈ ഒരു വർക്കിൻ്റെ അകത്താണ് അവർ അബ്ജെക്ഷൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ അതെങ്ങനെയാണ് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസസിനെയും കൾച്ചറൽ ഫിനോമിനയും ഷേപ്പ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ദ റെവല്യൂഷൻ ഇൻ പോയറ്റിക് ലാംഗ്വേജ് എന്ന് പറഞ്ഞ അവരുടെ വർക്കാണ്. ദ ക്രിസ്റ്റവ റീഡർ എന്ന് പറയുന്നത് അവരുടെ കീ എസ്സേസിന്റെ ഒരു കമ്പൈലേഷൻ ആണ്. അടുത്ത ആളാണ് ജീൻ ഫ്രാങ്കോയിസ് ലിയോട്ടാർഡ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വർക്കാണ് ദ പോസ്റ്റ് മോഡേൺ കണ്ടീഷൻ റിപ്പോർട്ട് ഓൺ നോളജ്. ഈ ഒരു വർക്കിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? നേച്ചർ ഓഫ് നോളജ് ഇൻ പോസ്റ്റ് മോഡേൺ ഇറ. പോസ്റ്റ് മോഡേൺ ഇറയിലുള്ള നേച്ചർ ഓഫ് നോളജ് എങ്ങനെയാണ്, അതുപോലെ ഗ്രാൻഡ് നറേറ്റീവ്സിന്റെ ഡിക്ലൈൻ, അതുപോലെ ലോക്കൽ നറേറ്റീവ്സിന്റെ റൈസ്, ഇതൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. മറ്റൊരു വർക്കാണ് ദ ഡിഫറെന്റ് ഫ്രേസസ് ഇൻ ഡിസ്പ്യൂട്ട്. ഈ ഒരു സംഭവത്തിൻ്റെ അകത്ത് ജസ്റ്റിസ്, ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ, ഇതിലൊക്കെ വരുന്ന ഇഷ്യൂസ് ആണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. ദ ഇൻഹ്യൂമൻ റിഫ്ലക്ഷൻസ് ഓൺ ടൈം, ഇതിൻ്റെ അകത്ത് എക്സാമിൻ ചെയ്യുന്നത് കോൺസെപ്റ്റ് ഓഫ് ഇൻഹ്യൂമൻ ഇൻ റിലേഷൻ ടു ടൈം ആൻഡ് ഹിസ്റ്ററി. ഈ ഒരു സംഭവങ്ങളാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. പിന്നെ ഒരാളാണ് ഫ്രെഡറിക് ജെയിംസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെയും കുറച്ച് വർക്ക്സ് ഉണ്ട്, പോസ്റ്റ് മോഡേണിസം ഓർ ദി കൾച്ചറൽ ലോജിക് ഓഫ് ലേറ്റ് ക്യാപിറ്റലിസം, അതുപോലെ ദ പൊളിറ്റിക്കൽ അൺകോൺഷ്യസ്, നറേറ്റീവ് ആസ് എ സോഷ്യലി സിംബലിക് ആക്ട്, അതുപോലെ ആർക്കിയോളജീസ് ഓഫ് ദ ഫ്യൂച്ചർ, ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ വർക്ക്സ്. സോ ഈ ഒരു പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്ന തിയറിയിൽ ഇത് സിമ്പിളായിട്ട് പറയുമ്പോൾ ഇത്ര കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്.